ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റ് ഇപ്പോൾ ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ശക്തമായ നിലയിലാണ്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇപ്പോൾ ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ബാറ്റിംഗിൽ അടിച്ചു കളിച്ചു. ജഡേജ ഇപ്പോൾ മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ത്യ 120 റൺസ് ലീഡ് നേടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിംഗ്സിൽ 246 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യ മറുപടി ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാളും രോഹിത് ശർമ്മയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. രോഹിത് ശർമ്മ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. 24 റൺസ് മാത്രമാണ് രോഹിത് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് ജയ്സ്വാൾ കളിച്ചു. എന്നാൽ ജയ്സ്വാളിന് ഇന്ന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ജയ്സ്വാൾ പെട്ടെന്ന് പോയി. 80 റൺസാണ് ജയ്സ്വാൾ ഇന്ന് അടിച്ചു കൂട്ടിയത്. അതുപോലെ ശുഭ്മാൻ ഗില്ല് 21 റൺസ് എടുത്ത് പുറത്തായി. ഈ സമയം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചത് രാഹുലായിരുന്നു. രാഹുൽ ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ രാഹുലിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. 123 ബോളിൽ നിന്ന് 86 റൺസാണ് രാഹുൽ അടിച്ചു കൂട്ടിയത്. അതുപോലെ ശ്രേയസ് അയ്യർ 35 റൺസും എടുത്തു. പിന്നീട് കളത്തിലെത്തിയത് ജഡേജയായിരുന്നു. ജഡേജയും ഭരതും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. പിന്നീട് ഭരത് 41 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ ജഡേജ ഇപ്പോൾ ശക്തമായ നിലയിലാണ്. താരം ഇപ്പോൾ 50 അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജഡേജ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ സെഞ്ചുറി വരെ അടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അശ്വിൻ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ഇപ്പോൾ ക്രീസിലുള്ളത് അക്സർ പട്ടേലും ജഡേജയുമാണ്. ഇന്ത്യക്ക് ഇപ്പോൾ 120 റൺസ് ലീഡുണ്ട്. ഇന്ത്യയുടെ സ്കോറിങ്ങിന് 362 റൺസിൽ 7 വിക്കറ്റ്. ഇന്ത്യ 400 റൺസ് കടക്കുമെന്നത് ഉറപ്പാണ്. അത്ര മികച്ച കളിയാണ് ജഡേജ കാഴ്ചവെക്കുന്നത്. കളി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. ഇന്ത്യക്ക് ഒരു 200 റൺസിന് ലീഡ് അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.